ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കറണ്ട് അഫേഴ്സ് ആണ്. G20 സബ്മിറ്റ് ആണ് നോക്കുന്നത്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാമിനൊക്കെ ഇപ്പോൾ വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. G20 ഉച്ചകോടി അല്ലേ, G20 2023 നമുക്ക് നോക്കാം. G20 2023 എവിടെ വെച്ചിട്ടാണ് നമ്മുടെ G20 2023 നടന്നത്? വേദി ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2023 G20 നടന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് G20. ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് G20 കേട്ടോ. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണമാണ് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ G20 എന്ന് പറയുന്നത്. ഓക്കെ, ഈ G20 18ാമത്തെ എഡിഷനാണ് ഇപ്പം നടന്നത്. ഇപ്പം നടന്ന എത്രാമത്തെ എഡിഷനാണ്? 18ാമത്തെ എഡിഷനാണ്. ഓക്കെ, സെപ്റ്റംബർ 9 നടന്നത്. ഇന്ത്യയിൽ വെച്ചിട്ട് സെപ്റ്റംബർ 9 2023 G20 നടന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ആ കാലാവധി എത്രയായിരുന്നു? ഡിസംബർ 1 2022 മുതൽ നവംബർ 30 2023 ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നടത്തണം എന്നായിരുന്നു നമ്മുടെ കാലാവധിയായിരുന്നു അത് കേട്ടോ. ഡിസംബർ 1 മുതൽ അതായത് 2022 ഡിസംബർ 1 മുതൽ നവംബർ 30 വരെ ഉള്ള കാലയളവിൽ നമുക്ക് 2023 കേട്ടോ, ആ കാലയളവിൽ നമുക്ക് നടത്തണം എന്നായിരുന്നു നമുക്ക് തന്നിരുന്ന ആ ഒരു കാലാവധി. അപ്പം നമ്മൾ എന്നാണ് നടത്തിയത്? സെപ്റ്റംബർ 9 നടത്തിയത്. ഓക്കെ, 2023 സെപ്റ്റംബർ 9 നടത്തിയത്. 18ാമത്തെ എഡിഷൻ, മറക്കരുത്, 18ാമത്തെ എഡിഷൻ. ഇനി ഈ G20 കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ G20 എത്ര രാജ്യങ്ങളാണുള്ളത്? G20 എത്ര രാജ്യങ്ങളാണുള്ളത്? 19 രാജ്യങ്ങളും ഒരു ഒരു യൂണിയനാണുള്ളത് കേട്ടോ. ഒരു യൂറോപ്യൻ യൂണിയനാണുള്ളത്. 19 രാജ്യങ്ങളെ പ്ലസ് യൂറോപ്യൻ യൂണിയൻ, 19 രാജ്യങ്ങളെ പ്ലസ് യൂറോപ്യൻ യൂണിയനോട് ചേർന്നിട്ടാണ് G20 അംഗങ്ങളാവുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് കേട്ടിരിക്കുക. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അമേരിക്ക. ഇത്രയുമാണ് ഈ G20 അംഗരാജ്യങ്ങൾ. ഓക്കെ, അർജന്റീന ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീൽ, കാനഡ, ചൈന എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, കണ്ടോ, ജപ്പാൻ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, റഷ്യ, സൗദി അറേബ്യ ഉണ്ട്, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക ഉണ്ട് കേട്ടോ, തുർക്കി, ബ്രിട്ടനും അമേരിക്കയും ഉണ്ട്, ബ്രിട്ടനും അമേരിക്കയും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ G20 ഇന്ത്യ വെച്ചിട്ടല്ലേ നടന്നത്? ഓക്കെ, അപ്പം 2023 ആഫ്രിക്കൻ യൂണിയൻ എന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ കൂടെ ചേർന്നത്. ഓക്കെ, അപ്പം 2023 ഏതാണ് G20 സ്ഥിര അംഗമായ ഏതാണെന്ന് ചോദിക്കും, ഏത് യൂണിയൻ ആണെന്ന് ചോദിക്കും കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ ആണ്. ഏതാണ് അംഗമായത്? 2023 ഏതാണ് അംഗമായത്? ആഫ്രിക്കൻ യൂണിയൻ അംഗമായി. ഓക്കെ, അപ്പം G20 അംഗമായതോടുകൂടി ഇനി G21 ആയിട്ട് മാറും അല്ലേ? G20 എന്തായാലും G21 ആയിട്ട് മാറും. മുമ്പ് 19 രാജ്യങ്ങളും ഒരു യൂറോപ്യൻ യൂണിയനോട് ചേർന്നിട്ടാണ് G20 ആയത്. ഇപ്പം എന്തൂടെ മാറി? ആഫ്രിക്കൻ യൂണിയനോട് ചേർന്നു. അപ്പം G21 ആയി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് ആരാണ്? അസാലി അസോമാനി. മറക്കല്ലേ, ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റ് ആരാണ്? അസാലി അസോമാനി. ഓക്കെ, ഇനി G20 കുറച്ച് കാര്യങ്ങൾ പറയാമേ. അപ്പം സ്ഥിരം ക്ഷണിതാക്കൾ ഏതൊക്കെയാണ്? സ്ഥിരം ക്ഷണിതാക്കൾ UN ഉണ്ട്, IMF ഉണ്ട്, വേൾഡ് ബാങ്ക് ഉണ്ട്, WHO ഉണ്ട്, WTO ഉണ്ട്, പിന്നെന്താണ് ILO ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ, ആസിയാൻ ഉണ്ട്, IS. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. നമ്മുടെ IMFും വേൾഡ് ബാങ്കും WHO-യും WTO-യും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കോ ഈ സംഘടനയിൽ കേട്ടോ. സംഘടനകളാണ് അത്. അവർ ക്ഷണിതാക്കളാണ് കേട്ടോ, അവർ ക്ഷണിതാക്കളാണ്. ഓക്കെ, ഇനി രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ബംഗ്ലാദേശ്, നൈജീരിയ, സ്പെയിൻ, ഈജിപ്റ്റ്, ഒമാൻ, UAE, മൗറീഷ്യസ്, നെതർലാൻഡ്, സിംഗപ്പൂർ. ഞാൻ കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് 2-3 പ്രാവശ്യം പറയാം കേട്ടോ. അല്ലാത്തത് ഒന്നുകൂടി ഇങ്ങനെ വായിച്ചു വിടുവാണ്. ഒന്നും കൂടി ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്ത് കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് കേൾക്കാമല്ലോ. ഓക്കെ, ബംഗ്ലാദേശ്, നൈജീരിയ, സ്പെയിൻ, ഈജിപ്റ്റ്, ഒമാൻ, UAE, മൗറീഷ്യസ്, നെതർലാൻഡ്, സിംഗപ്പൂർ. ഇതെല്ലാമാണ് രാജ്യങ്ങൾ. ഓക്കെ, ക്ഷണിതാക്കളായ രാജ്യങ്ങളാണ് ഇതെല്ലാം.
ഓക്കെ, 2 സമാന്തര ട്രാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് G20. എന്തൊക്കെ ട്രാക്കുകളാണ് ചോദിക്കും. എന്തൊക്കെ ട്രാക്കുകളാണ്? സമാന്തരമായ 2 ട്രാക്കുകളുണ്ട്. ഏതൊക്കെയാ? ഫിനാൻസ് ട്രാക്കും ഉണ്ട്, ഷെർപ്പ ട്രാക്കും ഉണ്ട്. ഓക്കെ, ഫിനാൻസ് ട്രാക്കും ഉണ്ട്, ഷെർപ്പ ട്രാക്കും ഉണ്ട്. ഫിനാൻസ് ട്രാക്ക് എന്താണ്? ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരും ഇതിന് നേതൃത്വം കൊടുക്കുന്നു. അപ്പൊ ഫിനാൻസ് അല്ലേ, അപ്പൊ ധനകാര്യ മന്ത്രി വേണ്ടേ, പിന്നെ സെൻട്രൽ ബാങ്ക് ഗവർണർ വേണ്ടേ, അവരുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഷെർപ്പ ട്രാക്കിലോ അംഗരാജ്യത്തിന്റെ നേതാവിന്റെ പ്രതിനിധിയാണ് ഷെർപ്പകളാണ് ഈ ട്രാക്ക് നിയന്ത്രിക്കുന്നത് കേട്ടോ. പ്രതിനിധിയായ ഷെർപ്പയാണ് നമ്മുടെ ഈ ഷെർപ്പ ട്രാക്ക് നിയന്ത്രിക്കുന്നത്. അപ്പം ആരാണ്? അംഗരാജ്യങ്ങളുടെ നേതാവിന്റെ പ്രതിനിധിയാണ് കേട്ടോ, പ്രതിയാണ്. അപ്പൊ ഇന്ത്യന്റെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു കേട്ടോ. ഇന്ത്യന്റെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത്. ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഷെർപ്പ ഏതാണ്? അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇതിനകത്തു നിന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് നോക്കാം എന്താണ് G23യുടെ ലോഗോ തീം ഏതാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലാണ് ലോഗോ. കണ്ടോ, ഇത് കണ്ടോ, ഇന്ത്യയുടെ ദേശീയ പുഷ്പമുണ്ടായ താമര ഉണ്ടോ? താമര. ആ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലാണ് കേട്ടോ. ഭൂമിയെ ഈ താമരയ്ക്കുള്ളിൽ ഇങ്ങനൊരു ഗ്ലോബ് പോലൊരു സംഭവം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. കുങ്കുമം, വെള്ള, പച്ച, നീല എന്നിവയാണ് ലോഗോയുടെ നിറങ്ങൾ. കുങ്കുമം, വെള്ള, പച്ച, നീല കേട്ടോ. അതെല്ലാം നമ്മുടെ ഈ നാഷണൽ ഫ്ലാഗിന്റെ നിറങ്ങളാണ്. കുങ്കുമം, വെള്ള, പച്ച. പിന്നെന്താണ്? അശോക ചക്രത്തിന്റെ നിറമല്ലേ നീല. അപ്പം ആ നീല ആരക്കാലുകളൊക്കെ ഉള്ളത്, അപ്പോൾ അതാണ് നീല വരുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് അതിനുള്ളത്. പ്രമേയം ചോദിക്കും. വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകമാണ് പ്രമേയം. വസുദൈവ കുടുംബകം, അതായത് 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. ഇതാണ് എന്താണ് പ്രമേയം എന്ന് പറയുന്നത്. മറക്കല്ലേ കേട്ടോ. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ, വസുദൈവ കുടുംബകം. മഹാ ഉപനിഷത്തിൽ നിന്നാണ് ഈ പ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. മഹാ ഉപനിഷത്തിൽ നിന്നാണ്. എന്താണ്? വസുദൈവ കുടുംബകം. മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഇന്ത്യൻ G20 പ്രയോറിറ്റി നൽകിയ കുറച്ച് വിഷയങ്ങളുണ്ട്. ഇന്ത്യയുടെ G20 മുൻഗണന നൽകിയ കുറച്ച് വിഷയങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഗ്രീൻ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ്, ഫിനാൻസ് ആൻഡ് ലൈഫ് ചോദിച്ചിട്ടുണ്ട് ഇത് കേട്ടോ. ഗ്രീൻ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ്, ഫിനാൻസ് ആൻഡ് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആക്സിലറേറ്റഡ്, ഇൻക്ലൂസീവ് ആൻഡ് റീസൈലൻസ് ഗ്രോത്ത്. പിന്നെന്താണ്? ആക്സിലറേറ്റിംഗ് പ്രോസസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്. ഓക്കെ, ഇനി ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി 21st സെഞ്ച്വറി. പിന്നെ വുമൺ ലെഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഇല്ലേ, ആക്സിലറേറ്റഡ്, ഇൻക്ലൂസീവ് ആൻഡ് റീസൈലൻസ് ഗ്രോത്ത്. അതിനായി ഇൻക്ലൂസീവ് അങ്ങ് മാറ്റിയിട്ട് സ്പെസിഫിക് എന്ന് കൊടുത്തു. ആക്സിലറേറ്റഡ്, സ്പെസിഫിക് ആൻഡ് റീസൈലൻസ് ഗ്രോത്ത് എന്ന് കൊടുത്തു. അപ്പം ഈ 4 ഓപ്ഷനും തന്നു. എന്നിട്ട് ഇതിനകത്ത് പെടാത്തത് ഏതെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നത്. അപ്പം നമ്മൾ ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഏതാണ് ഇന്ത്യസ് G20 പ്രയോറിറ്റീസ്? ഏതൊക്കെയാണ്? ഗ്രീൻ ഡെവലപ്മെന്റ് വേണമല്ലോ, ക്ലൈമറ്റ്, ഫിനാൻസ്, ലൈഫ്. അപ്പൊ അത് ഓർത്തിരിക്കണം കേട്ടോ. ഗ്രീൻ ഡെവലപ്മെന്റ്, നമുക്ക് പച്ചപ്പാണ് ആവശ്യം അല്ലേ, അപ്പൊ അതുകൊണ്ട് ക്ലൈമറ്റ് ഒക്കെ ശരിയാവത്തുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കോ. ഗ്രീൻ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ്, ഫിനാൻസ്. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി ആക്സിലറേറ്റർ ഇൻക്ലൂസീവ് ആണ്. നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതിയിലുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് അങ്ങനെയല്ലേ പറയുന്നത്? ഇൻക്ലൂസീവ്, ആക്സിലറേറ്റർ ത്വരിതപ്പെടുത്തുന്നതൊക്കെ എങ്ങനെ പറയുന്നത്? അപ്പം ആക്സിലറേറ്റർ, ഇൻക്ലൂസീവ് ആൻഡ് റീസൈലന്റ് ഗ്രോത്ത്. അപ്പൊ ഇൻക്ലൂസീവ് ആണ്, സ്പെസിഫിക് അല്ല, ഇൻക്ലൂസീവ് ആണ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം ആക്സിലറേറ്റിംഗ് പ്രോഗ്രസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കേട്ടോ. അപ്പം എന്താണ്? പദ്ധതികളെല്ലാം ആക്സിലറേറ്റ് ചെയ്യുക ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. പിന്നെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേണം അല്ലേ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ 21st സെഞ്ച്വറി. പിന്നെ വുമൺ ലെഡ് ഡെവലപ്മെന്റ് കേട്ടോ. വനിതകളുടെ ഒരു വികസനവും ഉണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഡിഗ്രി ലെവൽ എക്സാമിനായിരുന്നു ചോദിച്ചിരുന്നത്. നമുക്ക് ചോദിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം കുറച്ച്. ഇനി വേദികളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ G20 വേദികളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കാമേ. അതിന് മുന്നേ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒന്ന് അഡീഷണൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ.
അപ്പോൾ G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഗോള സാമ്പത്തിക വളർച്ച, വ്യാപാരം, വികസനം എന്നിവയെക്കുറിച്ച് നേതാക്കളുടെ ഒത്തുചേരലാണ്. എന്തൊക്കെയാണ്? ആഗോള സാമ്പത്തിക വളർച്ച, വ്യാപാരം, വികസനം എന്നിവയെക്കുറിച്ചുള്ള നേതാക്കളുടെ ഒത്തുചേരലാണ് കേട്ടോ. ഈ G20 എന്നാ സ്ഥാപിതമായെന്ന് അറിയാമോ? നാറ്റോയുടെ ഒരു കറണ്ട് അഫേഴ്സ് വന്നപ്പോൾ നാറ്റോ എന്നാ സ്ഥാപിതമായെന്നൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓർത്തിരിക്കണം. G20 എന്നാണ് സ്ഥാപിതമായത്? 1999 സ്ഥാപിതമായത്. 1999 സ്ഥാപിതമായത്. 1999 സ്ഥാപിതമായത്. ഓക്കെ, സെപ്റ്റംബർ 26 സ്ഥാപിതമായത്. ഫസ്റ്റ് G20 ഉച്ചകോടി നടന്നത് എന്നായിരുന്നു? പക്ഷേ G20 അന്നാണ് സ്ഥാപിതമായെങ്കിലും പക്ഷെ ഉച്ചകോടി നടന്നില്ല. ഉച്ചകോടി 2008 വാഷിങ്ടണിലാണ് നടന്നത്. G20 എന്നാണ് ഉച്ചകോടി നടന്നത്? 2008 വാഷിങ്ടണിലാണ് നടന്നത് കേട്ടോ, മറക്കല്ലേ. ഇനി G20 രൂപീകരണത്തിനുള്ള പ്രധാന കാരണം എന്താണ്? മൈക്രോ എക്കണോമിക് നയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തീവ്രവാദവും സ്വാതന്ത്ര്യ വ്യാപാര പ്രശ്നങ്ങളും ആഗോള സമാധാനത്തിന്റെ പരിപാലനം ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒരു G20 എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കണം എന്നൊക്കെ തോന്നിയിട്ട് G20 രൂപീകരിച്ചത് കേട്ടോ. G20 രാജ്യങ്ങളുടെ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? G20 രാജ്യങ്ങൾ എന്ന് പറയുന്നില്ലേ, അത് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 60% G20 കേട്ടോ. G20 രാജ്യങ്ങളിലുണ്ട്. ലോക ജനസംഖ്യയുടെ 60% ആൾക്കാരും എവിടെയുണ്ട്? G20 അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അംഗമാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 60% ആൾക്കാരും G20 ഓക്കെ. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഏക G20 അംഗരാജ്യം ഏതാണ്? തെക്കേ അമേരിക്ക. അതേതാണ്? നമ്മുടെ അർജന്റീന, ബ്രസീൽ അങ്ങനെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് തെക്കേ അമേരിക്ക. ഓക്കെ, തെക്കേ അമേരിക്കയിലെ ഈ 2 രാജ്യങ്ങൾ മാത്രമേ ഏതിലുള്ളൂ? നമ്മുടെ G20 ഏതാണ്? അർജന്റീനയും ബ്രസീലും. G20 സബ്മിറ്റ് വെർച്വൽ സബ്മിറ്റ് എവിടെയാണ് നടന്നതെന്ന് അറിയാമോ? G20 വെർച്വൽ സബ്മിറ്റ് മനസ്സിലായി? G20 വെർച്വൽ സമ്മിറ്റ്. ഇത് ശരിക്കും അവിടെ മീറ്റിംഗ് കൂടി നമ്മുടെ ഇന്ത്യയിലൊക്കെ. ഇത് വെർച്വൽ സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡിജിറ്റലായിട്ട് അല്ലാതെ നമുക്ക് കൂടിയത് എവിടെയാണ്? വെർച്വൽ സമ്മിറ്റ് നടന്നത് എവിടെയാണ്? 2020 വെർച്വൽ സമ്മിറ്റ് നടന്നത് എവിടെയാണ്? സൗദി അറേബ്യ. മറക്കരുത്, സൗദി അറേബ്യയാണ് G20 സബ്മിറ്റ്. വെർച്വൽ സബ്മിറ്റ് എവിടെ നടന്നത്? G20 വെർച്വൽ സബ്മിറ്റ് എവിടെ നടന്നത്? 2020 നടന്നത്. സൗദി അറേബ്യയിലാണ് നടന്നത്. അതുപോലെ തന്നെ G20 എംപവർ സബ്മിറ്റ് എവിടെയാണ്? എംപവർ ഞാൻ വെറുതെ പറയാം. നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ എംപവർ എന്താണ്? ഗാന്ധിജി അല്ലേ പവർ? ആദ്യം ഞാൻ വെറുതെ പറയാം കേട്ടോ, ഗാന്ധിജി അല്ലേ പവർ നമ്മുടെ. അപ്പൊ എംപവർ സബ്മിറ്റ്, കാരണം കുറേ സബ്മിറ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, മീറ്റിംഗും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാത്തിനും കുറച്ച് ആവശ്യമുള്ളതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ കോഡ് ഇട്ട് തരാം, അത് വെച്ച് നിങ്ങൾ ഓർത്തെടുത്തോണം കേട്ടോ. എംപവർ ആണ് കേട്ടോ. നമ്മുടെ പവർ ആരാണ്? ഗാന്ധിജി ആയിരുന്നു പവർ അല്ലേ? ഗാന്ധിനഗർ. ഓക്കെ. ഷേർപ്പ വേദി ഏതായിരുന്നു? നമ്മുടെ ഇതിന്റെ ഷേർപ്പ വേദിയാണ്. ഫസ്റ്റ് ഷേർപ്പ വേദി കുമരകത്തായിരുന്നു കേട്ടോ. ഷേർപ്പകളുടെ വേദി എവിടായിരുന്നു? കുമരകം. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കുമരകത്ത് ഷേർപ്പ വേദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്? മൊബൈൽ ആപ്പ് റിലേറ്റഡ് ടു G20 ഏതാണ്? ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ G20 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മൊബൈൽ ആപ്പ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ മൊബൈൽ ആപ്പ് കൊണ്ടുവന്ന ഫസ്റ്റ് കൺട്രി ആയിട്ട് ഇന്ത്യ മാറി. ഏതായിരുന്നു? G20 ഇന്ത്യ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ G20 വേദികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ. ഷെർപ്പ ട്രാക്കും ഫിനാൻസ് ട്രാക്കും ഉണ്ടോ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ഇത് ഷെർപ്പ ട്രാക്ക്. ഷെർപ്പ ട്രാക്കിനെ കുറിച്ച് പറയുവാണെ, ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഉദയ്പൂർ. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് കുമരകം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മുടെ ഷെർപ്പ മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന്, കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എത്രാമത്തെ ഷെർപ്പ മീറ്റിംഗ്? സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് ആണ് കുമരകത്ത് നടന്നത്. ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് എവിടെ ആയിരിക്കും നടന്നത്? ഉദയ്പൂർ. അവർ ഉദിച്ചു വരുന്നതേ ഉള്ളൂ അല്ലെ ഷെർപ്പകളെല്ലാം അല്ലെ? ഉദയ്പൂർ ഫസ്റ്റ് അവര് ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഉദയ്പൂർ. ഓക്കെ. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് കുമരകം ചോദിച്ചിട്ടുണ്ട്, കുമരകം. ഓക്കെ. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് കുമരകം. ഇനി വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ നമുക്കൊന്ന് പറയാം. നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ്, അതായത് നമ്മൾ ഇൻഡോറിലാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കത്തില്ലേ അകത്ത്? നമ്മുടെ വീടിനകത്തൊക്കെ പ്ലാന്റ്സ് വെക്കുന്നത് ഇൻഡോർ എന്നല്ലേ പറയുന്നത്? ഇൻഡോർ പ്ലാന്റ്സ് എന്നല്ലേ പറയുന്നത്? അപ്പം അത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? അപ്പം അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഇൻഡോർ. അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഇൻഡോർ. ഞാൻ ഓരോന്നും ചോദിക്കും, അവസാനം പറഞ്ഞു തരണം ഇങ്ങോട്ടെ. അപ്പോൾ ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഇൻഡോർ. ഓക്കെ ആണേ. ഇനി ഫസ്റ്റ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്?
ഗജറാവോ മധ്യപ്രദേശാണ്. ഗജറാവോ. ഫസ്റ്റ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ്. അപ്പം നമ്മൾ ഗജറാവോ ക്ഷേത്രമൊക്കെ കണ്ടിട്ടില്ല, അവിടെ ഭയങ്കര കൾച്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഇരിക്കുന്നത്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ കൾച്ചറുമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ടാണ്. ഫസ്റ്റ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഗജറാവോ. ഓക്കെ. ഫസ്റ്റ് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഡെവലപ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? മുംബൈയിലാണ് നടക്കുന്നത് കേട്ടോ. മുംബൈയിലല്ലേ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുംബൈയായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം മുംബൈയിലാണ് ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഡെവലപ്മെന്റ് കേട്ടോ. അപ്പോൾ ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മുംബൈ. ഫസ്റ്റ് ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ്. ഡിജിറ്റൽ എവിടെയാണ്? ഡിജിറ്റൽ കറൻസി. ഡിജിറ്റലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടണമെങ്കിൽ ലക്ക് വേണം. ലക്നൗ. ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് ലക്നൗ. ഓക്കെ. ഫസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഡിസാസ്റ്റർ റിസ്ക് എടുക്കുന്ന ആരാണ്? ഗാന്ധിയാണ് കേട്ടോ. ഡിസാസ്റ്റർ വന്നാലും റിസ്ക് എടുക്കുന്ന ആരാണ്? ഗാന്ധിയാണ്. ഓക്കെ. ഫസ്റ്റ് എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? എഡ്യൂക്കേഷൻ പഠിക്കാൻ എല്ലാവരും ചെന്നൈ എന്ന് പറയില്ലേ, പഠിക്കാൻ ചെന്നൈ എന്ന് പറയും. ചെന്നൈയിലാണ് കേട്ടോ എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ്, ചെന്നൈ. ഓക്കെ. ഫസ്റ്റ് എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഗോവയിൽ പോകുമ്പോൾ നല്ല എനർജി അല്ലേ എല്ലാവർക്കും ആണല്ലേ, അപ്പം ഗോവയിലാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് ഗോവയിലാണ്. ഫസ്റ്റ് എൻവയോൺമെന്റൽ ആൻഡ് ക്ലൈമറ്റ് എവിടെയാണ്? വർക്കിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂർ ആണ് കേട്ടോ. എൻവയോൺമെന്റൽ ആൻഡ് ക്ലൈമറ്റ് ബാംഗ്ലൂർ, അത് ഓർത്ത് വെച്ചേക്കോ കേട്ടോ. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലൊക്കെ അല്ലേ പോകുന്നത്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തത് ഒക്കെ മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് തിരുവനന്തപുരം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. പിന്നെ എന്താണ് നോക്കിയേ, ഫസ്റ്റ് G20 എംപവർ ഞാൻ പറഞ്ഞായിരുന്നു. എംപവർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഗാന്ധിനഗർ ആണ്. എംപവർ ഞാൻ പറഞ്ഞില്ലേ, പവർ എന്താണ്? ഗാന്ധിജിക്കാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് സ്ത്രീ ശാക്തീകരണ യോഗം എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഗാന്ധിനഗർ എന്നാ പറയണ്ട കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്ത്രീ ശാക്തീകരണ യോഗം നടന്നത് എവിടെ? ഗാന്ധിനഗർ. ഗാന്ധിജി അല്ലേ ഈ സ്ത്രീ ശാക്തീകരണം എന്താണ് സ്ത്രീകളെയൊക്കെ മുന്നോട്ടൊക്കെ കൊണ്ടുവന്നതെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ. സ്ത്രീ ശാക്തീകരണ യോഗം എവിടെയാണ്? ഗാന്ധിനഗർ. സെക്കൻഡ് G20 എംപവർ മീറ്റിംഗ് നടന്നത് നമ്മുടെ തിരുവനന്തപുരം. ഇത് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സെക്കൻഡ് എംപവർ മീറ്റിംഗ് എവിടെയാണ്? തിരുവനന്തപുരം. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്താണ് കേട്ടോ. എംപവർ എവിടെ? പവർ എവിടെയാ? തിരുവനന്തപുരത്ത്. പവർ എവിടെയാ? തിരുവനന്തപുരത്താണ് കേട്ടോ. അതിന്റെ തീം എന്താണ്? വുമൻസ് എംപവർ. കണ്ടോ, ഈ വുമൻസ് എംപവർ എ വിൻ ഫോർ ഇക്വിറ്റി ആൻഡ് എക്കണോമി എന്നായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്താലും മൂവ്മെന്റ് എംപവർമെന്റ് ആണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മിനിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പല മിനിസ്റ്റേഴ്സിൻ്റെ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഫിനാൻസ് മീറ്റിംഗ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണർ മീറ്റിംഗ്. ഫസ്റ്റ് ഫിനാൻസ് മീറ്റിംഗ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് നടന്നത്. ഫിനാൻസ് ബാങ്ക് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് കേട്ടോ. ഫിനാൻസ് ഒക്കെ വേണ്ട എവിടെയാണ്? ബാംഗ്ലൂർ കേട്ടോ. ഫിനാൻസ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് എവിടെയാണ്? ബാംഗ്ലൂർ, മറക്കല്ലേ. എന്താണ്? മിനിസ്ട്രിയൽ മീറ്റിംഗ് വുമൺ എംപവർമെന്റ്. മിനിസ്ട്രിയൽ മീറ്റിംഗ് അത് പറയാം, വുമൺ എംപവർമെന്റ്. അപ്പൊ ഗാന്ധിനഗർ കേട്ടോ. അപ്പം ഇത്രയും ഓർത്ത് വെച്ചോണം. പിന്നെ ഫസ്റ്റ് ഡെവലപ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ്? ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാരാൻ പറ്റും അല്ലേ? വാരണാസിയാണ്. ടൂറിസം മിനിസ്റ്റേഴ്സ് എവിടെയായിരിക്കും? ഗോവ തന്നെയായിരിക്കും. ടൂറിസം മിനിസ്റ്റേഴ്സ് ഗോവയിലായിരിക്കും അല്ലേ. എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങോ? പൂനെയിലാണ് കേട്ടോ. എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഭയങ്കര പൂനാച്ചല്ലേ, അപ്പോൾ പൂനെ. എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പൂനെയാണ് കേട്ടോ. എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഗോവയാണ്. അതറിയാലോ, എനർജി പറയുമ്പോൾ ഗോവയാണെന്ന് അറിയാമല്ലോ. ഓക്കെ. പിന്നെന്താണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മീറ്റിംഗ്. എന്താണ്? ലേബറും എംപ്ലോയ്മെന്റും ഒക്കെ നമ്മൾ അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പിൽ ഇൻഡോർ അല്ലേ പറഞ്ഞത്. അപ്പം ഇൻഡോർ ചെയ്യണമെങ്കിൽ ലേബറിനെയൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ. അപ്പം ലേബർ എംപ്ലോയ്മെന്റും ഒക്കെയാണ് ഇൻഡോർ കേട്ടോ. അപ്പം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അതായത് എൻവയോൺമെന്റ് ക്ലൈമറ്റും ഒക്കെ വരുമ്പോൾ ചെന്നൈയാണ് കേട്ടോ. ചെന്നൈ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. ഫസ്റ്റ് ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഡിജിറ്റൽ എക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂർ. ഓക്കെ. അതുപോലെ തന്നെ ഫസ്റ്റ് കൾച്ചറൽ മിനിസ്റ്റേഴ്സ് വർക്കിംഗ് ഗ്രൂപ്പ് വാരണാസി. പക്ഷെ ഇവിടെ വേറൊരു കൾച്ചർ പറഞ്ഞായിരുന്നല്ലോ, ഏതായിരുന്നു? കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് പറഞ്ഞത് ഗജറാവോ. ഇത് കൾച്ചർ മിനിസ്റ്റർ മീറ്റിംഗ് പറഞ്ഞത് വാരണാസി. മിനിസ്റ്റർ മീറ്റിംഗ് ആണ് കേട്ടോ. കൾച്ചർ മിനിസ്റ്റർ മീറ്റിംഗ് എവിടെയാണ്? വാരണാസി. ഓക്കെ. ഫസ്റ്റ് അഗ്രികൾച്ചർ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? ഫസ്റ്റ് അഗ്രികൾച്ചർ മീറ്റിംഗ്
ഹൈദരാബാദ്. ഫസ്റ്റ് അഗ്രികൾച്ചർ മീറ്റിംഗ് എവിടെയാണ്? ഹൈദരാബാദ്. അഗ്രികൾച്ചറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹായ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ് അല്ലേ? എല്ലാവർക്കും നാണക്കേടല്ലേ? ഈ വയലിലൊക്കെ നിൽക്കുമ്പം അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഹായ് എന്നൊക്കെ വിളിക്കുക. ഹൈദരാബാദ്, ഹൈദരാബാദ് വെറുതെ പറയുക കേട്ടോ. ഹൈദരാബാദ്. ഇത് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഏതാണ്? ന്യൂഡൽഹിയാണ്. ഫോറിൻ മിനിസ്റ്റേഴ്സ് ന്യൂഡൽഹി. ഫോറിൻ മിനിസ്റ്റേഴ്സ് ന്യൂഡൽഹി. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിച്ച കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചോദിച്ച് ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇതെല്ലാം വെറുതെ ഒന്ന് കേട്ടിരിക്കുക. ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇത് ചോദിക്കാൻ ഇടയായാൽ നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ. അപ്പം ജസ്റ്റ് കേട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് ഫിനാൻസ് ട്രാക്ക്. ഫിനാൻസ് ട്രാക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? കുറേ എടുത്ത് നടന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഫസ്റ്റ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ബാംഗ്ലൂരു. ഫസ്റ്റ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരു. ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? പൂനെയിലാണ്. ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ വർക്കിംഗ് ഗ്രൂപ്പ് പൂനെയിൽ. ഫസ്റ്റ് സസ്റ്റൈനബിൾ ഫിനാൻസ് വർക്കിംഗ് ഗ്രൂപ്പ് ഗുവാഹത്തിയാണ് കേട്ടോ. ഗുവാഹത്തി. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് എൻഗേജ്മെന്റ് ഗ്രൂപ്പ് സബ്മിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയിരിക്കണം. അതായത് ബിസിനസ് 20 എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ബിസിനസ് 20 B20 എന്ന് പറയും. ബിസിനസ് 20 എന്തോ പറയും? B20 എന്ന് പറയും. ബിസിനസ് 20 B20 എന്ന് പറയും. അതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് കേട്ടോ. ന്യൂഡൽഹിയിലാണ് ബിസിനസ് 20 B20 എവിടെയാണ്? ന്യൂഡൽഹി. അതുപോലെ ലേബർ 20 എന്ന് പറയുന്നത് എവിടെയാണ്? പാട്നയിലാണ്. ലേബർ 20 പാട്ന. ലേബർ 20 പാട്ന. ലേബർ 20 പാട്ന. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വുമൺ 20 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വുമൺ 20 എവിടെയാണ്? മഹാബലിപുരം. വുമൺ 20 എവിടെയാണ്? മഹാബലിപുരം. അതായത് വുമൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹത് വ്യക്തികളൊക്കെ ഇല്ലേ? വുമൺ കേട്ടോ. അപ്പം മഹാബലിപുരം. ഓക്കെ, യൂത്ത് 20 എവിടെയാണ്? വാരണാസി. യൂത്തുകളല്ലേ ഇപ്പൊ വരാൻ പോകുന്നത്? വാരണാസി. യൂത്ത് 20 വാരണാസി. ഓക്കെ, വുമൺ 20 മഹാബലിപുരം. പിന്നെന്താണ്? ഇനി എന്താണ് പറഞ്ഞത്? ഒരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് നോക്കിക്കേ. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയാണ് നമ്മുടെ G20 എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കേട്ടോ. ഇനി നോക്കിക്കേ, ഇത് നോക്കിയേ. G20 പ്രതിനിധികൾക്ക് നൽകിയ 2 ലഘുലേഖ കൊടുത്തു. ഒരു ബുക്ക്ലെറ്റ് പോലെ ഒരു 2 ലഘുലേഖ കൊടുത്തു. അതിൽ ഏതൊക്കെയാണ്? ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസി. പിന്നെന്താണ്? എലക്ഷൻ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. G20 രാജ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ അംഗങ്ങളെല്ലാം എങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്നൊന്ന് പറയുവാണേ. നമ്മുടെ ആഗോള GDP ഉണ്ടല്ലോ, ആഗോള GDP അതിൻ്റെ 85% ആൾക്കാരും G20 അംഗങ്ങളാണ് കേട്ടോ. അപ്പം ആഗോള GDPയുടെ 85%, കാരണം അമേരിക്കയും ബ്രിട്ടനും ഒരുപാട് നല്ല സാമ്പത്തിക രാജ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ആഗോള GDPയിലെ 85% നമ്മുടെ G20യിലുണ്ട്. അതുപോലെ ആഗോള വ്യാപാരത്തിൻ്റെ 75% എവിടെ ഉണ്ട്? G20 അംഗങ്ങളാണ്. ആഗോള വ്യാപാരത്തിൻ്റെ 75% G20 അംഗങ്ങളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക ജനസംഖ്യയുടെ മൂന്നിൽ 2 ഭാഗം ആൾക്കാരും G20യിലുണ്ട് കേട്ടോ. 2 ഭാഗം ആൾക്കാരും G20യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു മീറ്റിംഗ് ആണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് നടന്നത് കേട്ടോ. 2024 ഇതിൻ്റെ പ്രസിഡൻസി എവിടെയാണ്? 2024 പ്രസിഡൻസി ബ്രസീലാണ് കേട്ടോ. ബ്രസീലിലാണ്. ഇന്ത്യയിലായിരുന്നു 2023. ഇനി അടുത്ത ഈ വർഷം നടക്കുന്ന ബ്രസീലിലാണ് കേട്ടോ. ഈ വർഷം നടക്കുന്ന എവിടെയാണ്? ബ്രസീൽ. ഇനി അടുത്ത മുമ്പ് നടന്നതോ? ഇന്തോനേഷ്യയിലായിരുന്നു. മുമ്പ് നടന്നത് ഇന്തോനേഷ്യയിൽ. അപ്പോൾ ഈ G20 ട്രോയ്ക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് മുന്നേ നടന്നതും ഇപ്പം നടക്കുന്നതും അടുത്ത് നടക്കാൻ പോകുന്നതോട് ചേർത്തിട്ടാണ് ഒരു ട്രോയ്ക്ക ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2023 G20 ട്രോയ്ക്ക ഗ്രൂപ്പ് എങ്ങനെയാണ് വരുന്നത്? മുമ്പ് നടന്നത് എവിടെയാ? ഇന്തോനേഷ്യ. ഇപ്പം നടന്നത് ഇന്ത്യ. ഇനി നടക്കാൻ പോകുന്ന ഈ വർഷം നടക്കാൻ പോകുന്നത് എവിടെയാണ്? ബ്രസീൽ. അപ്പം അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. ഓക്കെ, 2022 G20 ട്രോയ്ക്ക ഗ്രൂപ്പ് ഏതാ? 2022 എന്തുവായിരുന്നു? നേരത്തെ ഇന്തോനേഷ്യക്ക് മുന്നേ ഇറ്റലി ആയിരുന്നു. അപ്പോൾ ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2024 ഈ പ്രാവശ്യത്തെ എങ്ങനെയാണ് വരുന്നത്? ഇന്ത്യ. കഴിഞ്ഞത് ഇന്ത്യ,
പിന്നെ ഇനി ഇപ്പം നടക്കുന്നത് ബ്രസീൽ, ഇനി എന്താണ് അടുത്ത നടക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്ക കേട്ടോ. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ശരിക്കും നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത മീറ്റിങ്ങുകളൊന്നും ജസ്റ്റ് ഞാനൊന്ന് പറയാം. കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് കേട്ടിരിക്കണം കേട്ടോ. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് വന്നാൽ പോകരുത്, അപ്പോൾ കേട്ടിരിക്കണം. അപ്പം ഞാൻ എന്നാലും മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്ന് പറയാം കേട്ടോ. അപ്പം നമുക്ക് പഠിക്കേണ്ടത് എംപവർ G20 എംപവർ സബ്മിറ്റ് ഉറപ്പായിട്ട് പഠിക്കണം. എവിടെയാണ്? ഗാന്ധിനഗർ. ഞാൻ പറഞ്ഞു എംപവർ സബ്മിറ്റ് ഒരിക്കലും മറക്കരുത്. എംപവർ സബ്മിറ്റ് നമ്മൾ പഠിക്കണം. എവിടെയാണ്? ഗാന്ധിനഗർ. അതുപോലെ ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് പഠിച്ചിരിക്കണം, ഉദയ്പൂർ. ഫസ്റ്റ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ്? ഉദയ്പൂർ. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ്? കുമരകം. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ്? കുമരകം. ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കണം കേട്ടോ. പിന്നെ വേറെ എന്താണ് പഠിച്ചത് നമ്മൾ ഇതിനകത്ത്? നമ്മൾ പിന്നെ പറയുന്നത് ഫസ്റ്റ് സ്ത്രീ ശാക്തീകരണ യോഗം ഗാന്ധിനഗർ തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് സ്ത്രീ ശാക്തീകരണ യോഗം ഗാന്ധിനഗർ കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കണം. പിന്നീട് നമ്മൾ നോക്കേണ്ടത് പോലെ നമ്മുടെ ഈ വുമൺ 20 ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതായത് ഏതാണ്? വുമൺ 20 ഓർത്തിരിക്കണം. മഹാബലിപുരം എന്ന് ഓർത്തിരിക്കണം. വിമൺ 20 മഹാബലിപുരം. അതുപോലെ G20യുടെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം എന്നും ചോദിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? മഹാബലിപുരത്താണ്. മഹാബലിപുരം തമിഴ്നാടാണ്. എന്താണ് ഈ G20യുടെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം എന്ന് പറഞ്ഞ് ചോദിച്ചാലും മഹാബലിപുരമാണ് എഴുതേണ്ടത് കേട്ടോ. മഹാബലിപുരമാണ് എഴുതേണ്ടത്. എന്താണ്? G20യുടെ ഭാഗമായ വിദ്യാഭ്യാസ സമ്മേളനം എവിടെയാണ്? മഹാബലിപുരം. ഓക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് മോഡൽ G20 എവിടെയാണ്? മോഡൽ G20 മുംബൈയാണ് കേട്ടോ. മോഡൽ G20 മുംബൈയാണ്. പിന്നെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ന്യൂഡൽഹിയാണ്. അറിയാമല്ലോ, ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ന്യൂഡൽഹിയിലാണ്. ഓക്കെ. ഇനി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് എവിടെയാണ്? മിനിസ്റ്റേഴ്സ് മീറ്റിംഗും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗും ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ. ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഗാന്ധിനഗർ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ G20 സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത നഗരം ഏതാണ്? മുംബൈയാണ്. വ്യാപാര നിക്ഷേപം എന്നൊക്കെ പറയുമ്പോഴേ അറിയാമല്ലോ, അത് മുംബൈയാണ്. അപ്പം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? മോദിയാണ് കേട്ടോ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? മോദിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. മീറ്റിങ്ങുകൾ ഞാൻ അവസാനം പറഞ്ഞ ഈ മീറ്റിങ്ങുകൾ അത്രയും കറക്റ്റായിട്ടൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ മറ്റേതൊക്കെ ഒന്ന് കേട്ടുവിടുക. ഓക്കെ. G20യുടെ മുഖ്യ വിഷയമായിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. എന്താണ്? സാമൂഹിക നീതി, വിശപ്പിനെതിരായ പോരാട്ടവും. സാമൂഹിക നീതിയും വിശപ്പിനെതിരായ പോരാട്ടവും, പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനയുടെ പരിഷ്കരണം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആഗോള നീതിയും വിശപ്പിനെതിരായ പോരാട്ടവും, പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം, ആഗോള സംഘടനയുടെ പരിഷ്കാരം. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ ശില്പം ഉണ്ടല്ലോ, G20 വേദിക്ക് മുന്നിലാണ് സ്ഥാപിച്ചത്. ഈ നടരാജ വിഗ്രഹം G20 വേദിക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അവസാനം പറഞ്ഞ കുറച്ച് മീറ്റിങ്ങുകൾ അത്രയും പഠിച്ചിരിക്കണം കേട്ടോ. മറ്റേതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടിരിക്കുക. ചിലപ്പോൾ ചോദിച്ചാൽ അറിയത്തില്ല, ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. എനിക്കും ഇതുപോലെ കുറേ വർക്കിംഗ് ഗ്രൂപ്പുകളും അതും ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം ജസ്റ്റ് കണക്ഷൻ ഇട്ടാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ലാസ്റ്റ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതെല്ലാം ഒന്ന് നോക്കിയിരിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഡെയിലി മോട്ടിവേഷനും പിന്നെന്താണ് ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠിക്കുന്നതുമെല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെല്ലാം നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക, ആദ്യമായിട്ട് വരുന്നവർ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഇതിൻ്റെ PDF എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. PSC ഈസി കൊടുന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ചാനലൊന്ന് പോയിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോസൊക്കെ അതിൽ കാണും. അപ്പം നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യണം, ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിരിക്കണേ. ഓക്കെ, താങ്ക് യു.